പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ ടെസ്റ്റ് മണിയിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിന് മഹത്വം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നേക്ക് 2004 എന്ന കാലഘട്ടത്തിൽ ദൈവം എന്നോട് ഒരു പ്രവചനം ഒരു അമ്മച്ചിയിൽ കൂടി പറഞ്ഞു, നീ വെള്ളക്കാരുടെ നാട്ടിൽ നിൽക്കുന്നു, അവർ നിന്നെ ഒരു ട്രഷർ ഏൽപ്പിച്ചു തരുന്നു. അന്ന് അതെനിക്ക് മനസ്സിലായില്ല. എന്നാൽ 2023 കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടിനു ജോർജ് ഞങ്ങളുടെ ഹാർലോ എന്ന് പറയുന്ന ദേശത്ത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനിടയായി. അന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം ഞങ്ങളോട് വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ദേശത്ത് ദൈവം ഒരു ചർച്ച് തരുന്നു, അത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് 2 മൈൽസ് റേഡിയസിലാണ് എന്നുള്ളത്. അന്ന് അദ്ദേഹം പൊതു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ദേശത്ത് മാസീവ് സ്നാനങ്ങൾ നടക്കുന്നത് കാണാനിടയാകുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരു ദൈവദാസൻ ബാംഗ്ലൂരിൽ നിന്ന് ദാസൻ ഷാജി എം ജോൺ ചർച്ചിൽ എനിക്ക് മുമ്പ് പരിചയമില്ല, ചർച്ചിലേക്ക് വരികയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ബഞ്ച് കീ എടുത്ത് എന്റെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം ഒരു ചർച്ച് ബിൽഡിംഗ് തരുന്നു, അതിനകത്തൊരു ബാപ്റ്റിസം പോളും ഉണ്ട്. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഈ ദേശത്ത്, ഞാൻ കഴിഞ്ഞ 20 വർഷമായി മിനിസ്റ്റർ ചെയ്യുന്ന ഈ ദേശത്ത് ഞങ്ങൾക്ക് കർത്താവ് ഒരു ചർച്ച് ബിൽഡിംഗ് ഫ്രീ ആയിക്കൊണ്ട് തരുവാൻ, ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ട് തരാനിടയായി. അത് ഞങ്ങൾക്ക് 1 രൂപ പോലും മുടക്ക് വരുവാൻ വന്നില്ല. ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ദൈവം ഈ ബിൽഡിംഗ് തന്നപ്പോൾ ഞങ്ങളിത് റിനോവേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ സ്ട്രക്ചറൊക്കെ വളരെ മോശമായിരുന്നു. ഇന്റീരിയർ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായ ലോണെല്ലാം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് വിളിച്ചു തന്ന ചർച്ചുകാര് ഞങ്ങളോട് പറഞ്ഞു, അവർ 45 വർഷമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു നിക്ഷേപം അവരുടെ കയ്യിലുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ പണിക്ക് വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് 45,000 പൗണ്ടും ഞങ്ങളെ ഏൽപ്പിച്ചു തന്നു. ഈ ബിൽഡിംഗ് പ്രോജക്റ്റ് തീരുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് 1,50,000 പൗണ്ട് വേണമായിരുന്നു. അതിന്റെ 1/3 അവർ ഞങ്ങൾക്ക് പൈസയും ഏൽപ്പിച്ചു തന്നു. ഞങ്ങൾക്ക് ഈ മനോഹരമായിട്ട് ആ ബിൽഡിംഗ് പ്രോജക്റ്റ് തീർക്കുവാനും ഇടവന്നു. ദൈവത്തിന് എല്ലാം മഹത്വം ലഭിക്കട്ടെ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യും. സദൃശ്യവാക്യം 8 അതിന്റെ 17 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നു, എന്റെ പക്കൽ പുരാതന സമ്പത്തും നീതിയുമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവകൾ അവകാശമാക്കി കൊടുക്കും. ആ വചനവും ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ദൈവം തന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി. ഇന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടിനു ജോർജ് ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ അദ്ദേഹം കടന്നു വരികയാണ്. തന്നോട് സംസാരിച്ച വചനം ഇന്ന് ഈ ദേശത്ത് പ്രവർത്തിക്കാൻ പോകണേ. ഈ ചർച്ചിൽ വെച്ച് ആദ്യത്തെ സ്നാനം നടക്കാൻ പോവുകയാണ്. ചില ജനങ്ങൾ ദൂരദേശത്തു നിന്ന് ഈ ദേശത്ത് കടന്നു വന്ന് സ്നാനപ്പെടുവാനായിട്ട് തയ്യാറെടുക്കുന്നു. ഇന്ന് വൈകിട്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ചർച്ചും അതിന്റെ കോമ്പൗണ്ടുമാണ് ഈ കാണുന്നത്. കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് പറഞ്ഞ പ്രൊഫസി ഫുൾഫിൽ ചെയ്ത സ്ഥലം ഇതാണ്. ഇത് ഏകദേശം കോമ്പൗണ്ട് ഉൾപ്പെടെ 55 സെന്റ് സ്ഥലമുണ്ട്. ഈ ബിൽഡിംഗ് ഉൾപ്പെടെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ എത്ര നാൾ കഴിഞ്ഞത് ദൈവം വിശ്വസ്തനാണ്.